കഴിഞ്ഞ 158 എപ്പിസോഡിൽ നമ്മൾ റോം ഭരിച്ച 141 മാർപ്പാപ്പ ജോൺ 18 ചരിത്രമാണ് പറഞ്ഞത്. ജോൺ 18 അവസാന മാസം റിട്ടയർ ചെയ്ത ശേഷം, അബ്ഡിക്കേറ്റ് ചെയ്ത ശേഷം ആശ്രമത്തിൽ പോയി താമസിച്ച് മരിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു. ആ മാർപ്പാപ്പയാണ് 142 മാർപ്പാപ്പ സെർജിയസ് നാലാമൻ. അദ്ദേഹം റോമിൽ ജനിച്ച മാർപ്പാപ്പയായിരുന്നു. 2009 ജൂലൈ 13 അദ്ദേഹത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തത്. അദ്ദേഹം ഒരു ചെരുപ്പൂത്തിയുടെ മകനായിരുന്നു. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പ ആയിക്കഴിഞ്ഞാലും അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി മെത്രാമാർ ഉൾപ്പെടെ ചെരുപ്പൂത്തിയുടെ മകനെ എന്ന് വിളിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം അതിനെ വളരെ കോംപ്ലിമെൻ്റായിട്ടാണ് എടുത്തിട്ടുള്ളത്. ലോകചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന മറ്റൊരു ചരിത്രമുണ്ട്, എബ്രഹാം ലിങ്കൺ. അദ്ദേഹം ഒരു ചെരുപ്പൂത്തിയുടെ മകനായിരുന്നു. അദ്ദേഹം പ്രസിഡൻ്റായി സത്യപ്രതിജ്ഞ തുടങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തെ സെനറ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് എബ്രഹാം ലിങ്കണായിട്ട് എഴുന്നേറ്റപ്പം വിളിച്ച് പറഞ്ഞു, മിസ്റ്റർ ലിങ്കൺ, ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ് യുവർ ഫാദർ വാസ് എ കോബ്ലർ. വേറെ ആരെങ്കിലും ഒരു മനുഷ്യനായിരുന്നെങ്കിൽ അത് പെട്ടെന്ന് കോൺഫിഡൻസ് ബ്രേക്ക് ചെയ്തതിനായിരുന്നു. ലിങ്കൺ പറഞ്ഞു, താങ്ക് യു മിസ്റ്റർ സെനറ്റർ, യു റിമൈൻഡഡ് മീ ദാറ്റ് മൈ ഫാദർ വാസ് എ കോബ്ലർ. But I will simply ask you a question, that when my father made the shoes, it fitted you and your father. അവർ രണ്ടുപേരോട് വലിയ പണക്കാരായിരുന്നു, ഈ സെനറ്ററും അപ്പനും. Now I am wondering whether I can be a good president as my father was a good cobbler എന്ന് തിരിച്ചടിച്ചിട്ടാണ് എബ്രഹാം ലിങ്കൺ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പലപ്പോഴും ഈ സെർജിയസ് മാർപ്പാപ്പയെ പറ്റി പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പിന്നെ 1000 വർഷങ്ങൾക്ക് ശേഷം ലിങ്കൺ, മറ്റൊരു ചെരുപ്പൂത്തിയുടെ മകൻ, അമേരിക്കൻ പ്രസിഡൻ്റ് ആയപ്പോഴത്തെ പ്രസിദ്ധമായ കമൻ്റാണ്. ആരെങ്കിലും മാർപ്പാപ്പയുടെ മുമ്പിൽ വെച്ച് കോബ്ലേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം പറയും, താങ്ക് യു ഫോർ റിമൈൻഡിങ് മീ ദാറ്റ് മൈ ഫാദർ വാസ് എ കോബ്ലർ എന്ന് മാർപ്പാപ്പ മറുപടി പറയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ താഴ്മയും വിനയവും സഭയെ അമ്പരപ്പിച്ച ഒരു സംഭവമാണ്. അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞു എന്നാണ് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു ഒരാശാരിയായിരുന്നു. ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെല്ലാം മീൻപിടുത്തക്കാരായിരുന്നു. അവരാരും വലിയ വിദ്യാഭ്യാസമൊന്നുമുള്ളവരല്ലായിരുന്നു എന്ന് മാർപ്പാപ്പ മറുപടി പറഞ്ഞു എന്നാണ് അനെക്ഡോട്ടൽ സ്റ്റോറീസിൽ കാണുന്നത്. എന്തായാലും ചെരുപ്പൂത്തിൻ്റെ മകനായി മാർപ്പാപ്പ ഭരണത്തിൽ വന്നു. അദ്ദേഹം വളരെ സൽസ്വഭാവിയായ, വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സഭയിലുള്ള വിശ്വാസികൾ വിളിച്ചു പാവപ്പെട്ടവരുടെ മാർപ്പാപ്പ, ദാരിദ്ര്യത്തിൽ വസിക്കുന്നവരുടെ മാർപ്പാപ്പ. കേരള രാഷ്ട്രീയത്തിൽ പാവങ്ങളുടെ പടത്തലവൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല മുദ്രാവാക്യത്തിൽ എന്ന് പറഞ്ഞ പോലെ, സഭാവിശ്വാസികൾ പാവങ്ങളുടെ മാർപ്പാപ്പ എന്ന് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം വളരെ ശ്രദ്ധേയമായി ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി വളരെ വലിയ കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം ഈസ്റ്റേൺ സഭയും വെസ്റ്റേൺ കത്തോലിക്ക സഭയും തമ്മിൽ യോജിപ്പിൽ പോകണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ വലിയ അപകടമാണെന്ന് മാർപ്പാപ്പ മനസ്സിലാക്കിയിരുന്നു. തൻ്റെ മുൻഗാമിയെ പോലെ കോൺസ്റ്റാന്റിനോപ്പിൾ സഭയും റോമൻ കത്തോലിക്ക സഭയും തമ്മിൽ ഐക്യത്തിൽ പോകാൻ ഈ മാർപ്പാപ്പ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം ഏറ്റവും ആദ്യമായി പറഞ്ഞൊരു സംഭവമുണ്ട്, നമ്മുടെ വിശുദ്ധന്മാരുടെയും മുൻഗാമികളുടെയും കല്ലറകൾ നമ്മൾ സൂക്ഷിക്കണം. നമുക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച് അവർ മരിച്ച് കബറടക്കപ്പെടുമ്പോൾ ആ കബർ നമ്മൾ മാന്യമായി സൂക്ഷിക്കണം. വത്തിക്കാനിലെ അതിനു മുമ്പുള്ള മാർപ്പാപ്പയുടെ കല്ലറുകൾ അദ്ദേഹം ഭംഗിയായിട്ട് റിഫോം ചെയ്ത് സൂക്ഷിച്ചു. നാട്ടിലെവിടെയെങ്കിലും വിശുദ്ധരായ ആളുകൾ മരിച്ച ആളുകൾ അടക്കപ്പെട്ടിട്ടുള്ള പള്ളികളും ശവക്കോട്ടകളും അദ്ദേഹം പ്രിസർവ് ചെയ്തു. അങ്ങനെ സഭയ്ക്ക് വേണ്ടി കഴിഞ്ഞ 1000 വർഷം പ്രവർത്തിച്ച വിശുദ്ധന്മാരുടെയും അതുപോലെ തന്നെ സഭാപിതാക്കന്മാരുടെയും കല്ലറകൾ അദ്ദേഹം സംരക്ഷിച്ചു. ഇത് അദ്ദേഹം പ്രത്യേകം ചെയ്ത ഒരു കാര്യമാണ്. അദ്ദേഹം ക്രസൻറ്റേഷൻ എന്ന് പറയപ്പെടുന്ന പ്രസിദ്ധമായ ഒരു പരിപാടി സഭയിൽ തുടങ്ങി. അതും ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ടതാണ്. ഇദ്ദേഹം മാർപ്പാപ്പ ആവുമ്പം അദ്ദേഹത്തിൻ്റെ പേര് പീറ്റർ എന്നായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, മാർപ്പാപ്പ ഇതേ പേര് തന്നെ അങ്ങ് തുടർന്നോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞില്ല, മഹാനായ പത്രോസ് ലീഹ തുടങ്ങിയ ഈ സിംഹാസനത്തിൽ ആ നാമധാരിയായി ഞാൻ കയറിയിരുന്നാൽ എന്നെ പത്രോസ് ലീഹ രണ്ടാമൻ എന്ന ആളുകൾ വിളിച്ചറിയും, പീറ്റർ സെക്കൻഡ് എന്ന് വിളിച്ചറിയും. അത് വേണ്ട, പത്രോസ് ലീഹായുമായി യാതൊരു കമ്പാരിസൺ ഞാൻ തയ്യാറല്ല.
അതുകൊണ്ട് വേണമെങ്കിൽ പീറ്റർ എന്നുള്ള പേര് തുടരാമായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹം പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സർജിയസ് എന്ന നാമധേയം സ്വീകരിച്ചത്. പക്ഷേ അദ്ദേഹം ഈ സഭയിലെ അസന്മാർഗിക നടപടികൾ കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും പറ്റിയില്ല. അത്ര ശക്തമായ ഒരു അടിത്തറയായിരുന്നു അതിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രത്യേകമായി അത് ശ്രദ്ധിച്ചിരുന്നു. സെപ്പൾക്കർ ചർച്ച്, യേശുക്രിസ്തുവിൻ്റെ കബറടക്കിയ ആ സ്ഥലത്ത് പണിഞ്ഞ പള്ളി, അത് ഈ മാഡ് കാലിഫ് തകർത്ത ശേഷം ആ കാലിഫിനെ സമീപിച്ചു, അത് റിപ്പയർ ചെയ്യാൻ സമ്മതിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ വട്ടൻ കാലിഫിന് മനസ്സ് മാറി, പുനർനിർമ്മിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ചർച്ച് ഓഫ് സെപ്പൾക്കർ ഈ മാർപ്പാപ്പ പുതുക്കി പണിഞ്ഞു. 2012 ആയപ്പോഴേക്കും അദ്ദേഹം അത് പൂർത്തിയാക്കി. അദ്ദേഹം വളരെ ശ്രദ്ധേയമായി ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഈ മൊറാലിറ്റി ഒന്ന് ഉയർത്താൻ വേണ്ടി. അതിൽ അദ്ദേഹം വിജയിച്ചില്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തെ സഭ വിളിക്കുന്നൊരു പേരുണ്ട്, പീസ് കീപ്പർ. ജനങ്ങളുടെ മധ്യത്തിലും പൗരസ്ത്യ സഭകളുമായി സമാധാനം നടപ്പാക്കിയ മാർപ്പാപ്പ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഇദ്ദേഹം വളരെ ശ്രദ്ധേയമായി ചില കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. 1909 ബ്രൂണോ ഓഫ് ക്യോർഫോർട്ട് അദ്ദേഹത്തെ പ്രഷ്യയിൽ വെച്ച് തലവെട്ടി കൊല്ലുന്നത്. പക്ഷേ അതിനുശേഷം ആ സ്ഥലത്ത് തന്നെ മിഷണറി ആക്ടിവിറ്റി അദ്ദേഹം ശക്തമാക്കി. തത്ഫലമായി പ്രഷ്യയിലെ ജർമ്മനിയുടെ കിഴക്കൻ ഭാഗം ക്രിസ്തുമതത്തിലെ അടിസ്ഥാന ശിലയായി മാറ്റാൻ മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞു. അദ്ദേഹം 1912 ആൻറ്റി പോപ്പ് ഗ്രിഗറി ഉണ്ടായിരുന്നു. ആ ഗ്രിഗറിയെ ഹെൻറി 2 ചക്രവർത്തി നാടുകടത്തി. അങ്ങനെ ഒരു റൈവൽ മാർപ്പാപ്പയുടെ സാന്നിധ്യം ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ സമയത്ത് വളരെ ശ്രദ്ധേയമായി ഉള്ള ഒരു കാര്യം ലോകയുദ്ധത്തിൽ നടന്ന സംഭവമാണ്. 1909 ഈതൽ റെഡ് അദ്ദേഹത്തിൻ്റെ നാവികസേനയെ ഇല്ലാതാക്കി. പകരം ആ നേവിയിലുള്ള ആളുകളെല്ലാം ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും സൈന്യത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. 1909 തന്നെയാണ് മെയിൻസിലെ കത്തീഡ്രൽ പണിഞ്ഞ പ്രസിദ്ധമായി അത് പണിഞ്ഞു. അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു ഇതിനെ റൊമാനസ്ക് സ്റ്റൈലിൽ പണിയണമെന്ന് പറഞ്ഞു. അങ്ങനെ റോമൻ ആർക്കിടെക്ചറിൻ്റെ സ്റ്റൈലിലാണ് മെയിൻസ് കത്തീഡ്രൽ പണിഞ്ഞത്. ഇപ്പോഴും ഏറ്റവും കാണാനും പഠിക്കാനും വളരെ ശ്രദ്ധേയമായി കത്തീഡ്രലായി അത് തുടരുകയാണ്. 1912 ഡെയിൻസ് വീണ്ടും ഇംഗ്ലണ്ട് ആക്രമിച്ചു. രക്ഷപ്പെടാൻ വേണ്ടി 48,000 പൗണ്ടുകളാണ് അപ്പോൾ ഡാനിഷ് ആളുകൾക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നത്. ഈ സമയത്ത് പ്രസിദ്ധരായ പാത്രീസ്മാർ ആരൊക്കെയായിരുന്നു? അതിലേറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കോപ്റ്റിക് പാട്രിയാർക്കാണ്. അദ്ദേഹത്തിൻ്റെ പേര് സെയിൻറ്റ് സക്കറിയാസ്. 1904 ഭരണത്തിൽ വന്ന് 1932 വരെ അദ്ദേഹം ഭരണത്തിലായിരുന്നു. അൽ ഹക്കീം പാത്രീസിനെ പീഡിപ്പിക്കാൻ നോക്കി, ഈ മാഡ് കാലിഫ്. അപ്പോൾ 1909 തകർത്ത് കഴിഞ്ഞപ്പം മാർപ്പാപ്പ ഇടപെടുകയും മാർപ്പാപ്പയ്ക്ക് അത് പുതുക്കി പണിയാനുള്ള അവസരം കൊടുക്കുകയും ചെയ്തു. പക്ഷേ അവസരം കൊടുക്കാനുള്ള ഒരു കാരണം ഈ കോപ്റ്റിക് പാത്രീസ് ആയിരുന്നു. സക്കറിയാസ് എന്ന് പറയുന്ന ഈ പാത്രീസ് അൽ ഹക്കമിനെ എതിർത്തപ്പം ഒരു ചക്രവർത്തി എതിർക്കാൻ ആരുടെ ഇവൻ എന്ന് കാലിഫിനൊരു ദേഷ്യം വന്നു. അങ്ങനെ കാലിഫ് പറഞ്ഞു ഈ സക്കറിയയെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പാത്രീസ് ബാവയെ പിടിച്ച് നേരെ കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു ഈ പാത്രീസിൻ്റെ എല്ലാ ശരീരത്തിൽ ആടിൻ്റെ രക്തം വാരി പരട്ടാൻ പറഞ്ഞു. അപ്പോൾ പത്രാക്കാർ ചോദിച്ചു എന്തിനാണ് ഈ പാത്രീസ് ശരീരത്തിൽ ആടിൻ്റെ രക്തം പരട്ടുന്നത്? അതേ, ഇവനെ ഞാൻ കൊല്ലാൻ പോവാണ്, ഒരു സിംഹത്തിന് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഈ ആടിൻ്റെ രക്തത്തിന് മണം കിട്ടിയാണ്ടല്ലോ സിംഹം ചാടി കടിച്ച് തിന്നും. ആടിൻ്റെ ഇറച്ചി സിംഹത്തിന് വളരെ ഇഷ്ടമാണ്. ഈ മനുഷ്യൻ്റെ മണം കേട്ടാൽ ചിലപ്പം സിംഹം അടുക്കാതിരുന്നാലോ, അതുകൊണ്ട് ആടിനെ കൊന്ന് രക്തം എടുത്ത് പാത്രീസിൻ്റെ ശരീരത്തിൽ മുഴുവൻ പുരട്ടിയിട്ട് സിംഹത്തിൻ്റെ കൂട്ടിലേക്ക് ഈ പാത്രീസിനെ ഇട്ട് കൊടുത്തു. പാത്രീസ് ബാബ പതുക്കെ സിംഹത്തിൻ്റെ മുഖത്തോട്ട് നോക്കി സംസാരിക്കാൻ തുടങ്ങി. എന്താ സിംഹമേ, ഞാൻ സഭയുടെ ഒരു സിംഹമാണ്, നീ മൃഗങ്ങളുടെ ഒരു സിംഹമാണ്, നിനക്കെന്നെ തിന്നണോ എന്നൊക്കെ ചോദിച്ചു. സിംഹം ഇങ്ങനെ വളരെ ക്യൂരിയസ് ആയിട്ട് പാത്രീസിനെ കുറച്ച് നേരം നോക്കിക്കൊണ്ട് നിന്നു. അതിനുശേഷം സിംഹം നേരെ അതിൻ്റെ ഗുഹയിലോട്ട് നടന്നങ്ങ് പോയി.
ഈ മാറ്റ് കാലിഫും പട്ടാളക്കാർ അമ്പരന്ന് പോയി. ജീവനോടൊരു മനുഷ്യനെ കിട്ടിയാൽ ഇങ്ങനെയും സിംഹം പെരുമാറുമോ എന്ന്. പിന്നീട് നമ്മൾ പാശ്ചാത്യ പഞ്ചതന്ത്ര കഥകളിൽ ആൻഡ്രോക്ലീസ് ആൻഡ് ലയൺ എന്ന് പറഞ്ഞ ഒരു കഥ കേട്ടിട്ടില്ലേ? ആൻഡ്രോക്ലീസ് കാട്ടിൽ ചെന്നപ്പോൾ ഒരു പരിക്കേറ്റ ഒരു സിംഹത്തെ ശുശ്രൂഷിച്ച് രക്ഷപ്പെടുത്തി. അവസാനം ആൻഡ്രോക്ലീസിനെ അറസ്റ്റ് ചെയ്തിട്ട് സിംഹത്തിൻ്റെ കൂട്ടിലിടാൻ പോയി. അപ്പോൾ ഈ അപകടത്തിലായി പരിക്കേറ്റ സിംഹക്കുട്ടിയെ സംരക്ഷിച്ച് വളർത്തിയ ആ സിംഹമായിരുന്നു ഈ കൂട്ടിക്കിടന്ന സിംഹം. ചക്രവർത്തി കാട്ടിൽ വേട്ടയാടാൻ വന്നപ്പം ആൻഡ്രോക്ലീസ് രക്ഷപ്പെടുത്തിയ സിംഹം കൂട്ടിക്കിടക്കുകയും ആ സിംഹം ആൻഡ്രോക്ലീസിനെ ഒന്ന് നക്കുകയും ചെയ്തു. അങ്ങനെ ആൻഡ്രോക്ലീസ് അത്ഭുത മനുഷ്യനാണെന്ന് വിചാരിച്ച് അദ്ദേഹത്തെ വിട്ടയച്ച കഥ കുട്ടികളുടെ പുസ്തകങ്ങളിൽ നമ്മൾ ചേർക്കുന്നൊരു കഥയാണ് ആൻഡ്രോക്ലീസ് ആൻഡ് ദ ലയൺ എന്ന് പറഞ്ഞ പോലെയാണ് ഈ പാത്രഗീസ് ഇതൊക്കെ സംസാരിച്ചപ്പം സിംഹം പാത്രഗീസിനെ തൊടാതെ അങ്ങ് തിരിച്ച് ഗുഹയ്ക്കകത്തോട്ട് കയറിപ്പോയി. കണ്ടു നിന്ന രാജാവും സൈനികരും അമ്പരന്ന് പോയി. കാര്യം ഈ പാത്രഗീസിൻ്റെ ആ സംഭാഷണവും പാത്രഗീസിൻ്റെ രൂപവും കണ്ടിട്ട് എന്തുകൊണ്ട് സിംഹം ആക്രമിച്ചില്ല, ആടിൻ്റെ രക്തം പുരട്ടിയിട്ടും ആക്രമിച്ചില്ല, ഇത് വലിയ അത്ഭുതമായിരുന്നു. അവിടെ മാറ്റ് മുള്ള പാത്രഗീസിനെ പുറത്തു കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സെപ്പൾക്കർ ചർച്ച് ഉൾപ്പെടെ ഞാൻ നശിപ്പിച്ച എത്ര പള്ളി നിനക്ക് റിപ്പയർ ചെയ്യണം, നീ റിപ്പയർ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ മാർപ്പാപ്പ സെപ്പൾക്കർ ചർച്ച് കർത്താവിൻ്റെ ശരീരം സംസ്കരിച്ച ടോമ്പിന് മുകളിലുള്ള പള്ളി പുതുക്കി പണിഞ്ഞു. ഈജിപ്തിൽ കോപ്റ്റിക് സഭയുടെ 100 പള്ളികൾക്ക് ഡാമേജ് ഉണ്ടാക്കിയായിരുന്നു ഈ കാലിഫ്. ആ പള്ളികളൊക്കെ പുതുക്കി പണിഞ്ഞോളാൻ പാത്രഗീസിനെ അനുവദിക്കുകയും പാത്രഗീസ് ആ പള്ളികളൊക്കെ പുതുക്കി പണിയുകയും ചെയ്തു. ഈ വലിയ സംഭവത്തിന് ശേഷവും പാത്രഗീസ് 1004 മുതൽ 1032 വരെ 28 വർഷം കോപ്റ്റിക് സഭയെ ഭരിച്ചു. കോപ്റ്റിക് സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു പാത്രഗീസാണ്. കോപ്റ്റിക്കാർ അവരുടെ പാത്രഗീസിനെ വിളിക്കുന്ന മാർപ്പാപ്പ എന്നാണ്. റോമിലെ മാർപ്പാപ്പ കൂടാതെ മാർപ്പാപ്പ എന്ന പേര് വിളിക്കുന്ന രണ്ടാമതൊരാൾ ഈ കോപ്റ്റിക് പാത്രഗീസാണ്. ആ സഭ അദ്ദേഹത്തെ വിശുദ്ധനായി ഉയർത്തി. അങ്ങനെയാണ് സെയിൻറ്റ് സക്രിയാസ് എന്ന് പറയുന്ന വിശുദ്ധനായ പാത്രഗീസ്. അന്ത്യോക്യയിൽ പ്രസിദ്ധനായ ഒരു പാത്രഗീസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ 8 ബാർ അബ്ദും എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം 1004 മുതൽ 1030 വരെ 26 വർഷം അന്ത്യോക്യയിലെ പാത്രഗീസായിരുന്നു. ജെറുസലേമിൽ ഉസ്താത്തിയോസ് ആയിരുന്നു 1005 മുതൽ 1012 വരെ. കോൺസ്റ്റാന്റിനോപ്പിൾ ലിയോൺ 1 നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തെ വിളിക്കുന്നത് ലിയോൺ 1 ദ ഫിലോസഫർ എന്നാണ്. വളരെ പ്രഗത്ഭനായ ഒരു ഫിലോസഫർ. 997 മുതൽ 1025 വരെ അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രഗീസായിരുന്നു. അലക്സാണ്ട്രിയയിൽ അർസീനിയസ് 1000 മുതൽ 1010 വരെയും തിയോഫിലസ് 1010 മുതൽ 1020 വരെയും പാത്രഗീസ്മാരായിരുന്നു. സഭാചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായൊരു ഭാഗമാണ് ഈ കോപ്റ്റിക് പാത്രഗീസും അലക്സാണ്ട്രിയയിലെ പാത്രഗീസും അന്ത്യോക്യയിലെ പാത്രഗീസും. 25 വർഷത്തിലേറെ നീണ്ടകാലം ഭരിച്ച ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഒരു മാറ്റ് കാലിഫിനെ പോലൊരു അൽ ഹക്കമിനെ പോലൊരു രാജാവ് വന്നിട്ടും സഭയ്ക്ക് കാര്യമായൊന്നും പറ്റിയില്ല. മാർപ്പാപ്പയുടെ ഇടപെടലുണ്ടായിരുന്നു. അതുപോലെ പ്രധാനമാണ് ഈ കോപ്റ്റിക് പാത്രഗീസായ സക്രിയാസിൻ്റെ സിംഹത്തിൽ നിന്നുള്ള അത്ഭുതകരമായ രക്ഷപ്പെടൽ. അത് സഭയെ പുനർനിർമ്മിക്കാനും നശിച്ചുപോയ പള്ളികൾ പുനർനിർമ്മിക്കാനും കാരണഭൂതമായ ഒരു സംഭവമായി മാറി. ഈ സമയത്ത് നേരത്തെ പറഞ്ഞ പൗരസ്ത്യ ചക്രവർത്തി ബേസിൽ 2 ബുൾഗർ സ്ലെയറായിരുന്നു. അദ്ദേഹം വളരെ ശ്രദ്ധേയമായി സഭയെ രാജ്യത്തെ ഭരിച്ചു. 976 മുതൽ 1025 49 വർഷം. ഈ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ പ്രസിദ്ധനായ ഒരു സെയിൻ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് വി ഗൈ എന്ന് പറയുന്ന സെയിൻറ്റ്. 1012 സെപ്റ്റംബർ 12 അദ്ദേഹം മരിച്ചത്. അദ്ദേഹം പ്രസിദ്ധമായ ആൻഡർലെക്സ് വി കെ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നു. അദ്ദേഹത്തിന് 2 കൂട്ടുകാരുണ്ടായിരുന്നു. സഭാചരിത്രത്തിൽ പറയുന്നതാണ്. അദ്ദേഹത്തിന് 2 കൂട്ടുകാർ, ഒന്ന് സഭയും ഒന്ന് പാവപ്പെട്ടവരുമായിരുന്നു. വ്യക്തിപരമായ സുഹൃത്തുക്കളല്ല. സഭയോട് അദ്ദേഹത്തിന് അപാരമായ സ്നേഹം, പാവപ്പെട്ടവരെ കണ്ടാൽ അപാരമായ സ്നേഹം. അദ്ദേഹം ഈ പ്രഭു കുടുംബമൊക്കെ വിട്ടിട്ട് അദ്ദേഹം നേരെ പോയി പ്രഷ്യയിൽ ചെന്നു. അവിടെ ചെന്ന് അദ്ദേഹം
ഒരു സെൻറ്റ് മേരീസ് ഷ്രൈൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഷ്രൈനുണ്ട്. അവിടെ ചെന്ന് അവിടെ താമസിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്സസ്ലായ ഒരു വസ്തു അദ്ദേഹം കൊണ്ടുപോയില്ല. അദ്ദേഹം രാവിലെ പള്ളിയൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കും. പള്ളിയിലെ പൂജാദ്രവ്യങ്ങളെല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കും. പള്ളിയുടെ മുറ്റമൊക്കെ തൂക്കും. അച്ഛൻ കുർബാനയെല്ലാം നേരം ശുശ്രൂഷകനായി, മലയാളത്തിൽ പറഞ്ഞാൽ കപ്പ്യാരായി അദ്ദേഹം ജോലി ചെയ്യും. ഇദ്ദേഹം ആരാണ് എന്താണെന്ന് ആൾക്കൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ പള്ളിയിൽ അദ്ദേഹം ജീവിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പാവപ്പെട്ടവരെ സഹായിക്കുകയും സഭയെ സഹായിക്കുകയും ചെയ്തപ്പോൾ വലിയൊരു പണക്കാരൻ വന്ന് പറഞ്ഞു, വീഗായി, നിനക്ക് കിട്ടുന്ന പൈസ എല്ലാം ഈ പാവപ്പെട്ടവർ കൊടുക്കുകയും പള്ളിക്ക് വേണ്ടി കൊടുക്കുകയും ചെയ്യല്ലേ, അതുകൊണ്ട് നിനക്ക് അവൻ്റെ കാര്യം ചെയ്യാം, നിനക്ക് ഞാൻ ഒരു വലിയ തുക തരാൻ പോവുകയാണ്. ഇപ്പോഴത്തെ കണക്ക് വെച്ച് പറഞ്ഞാൽ ഒരു 1 മില്യൺ റുപ്പീസിനടുത്ത് ഒരു തുക തരാൻ പോവുകയാണ്, നീ കച്ചവടം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വീഗായി കച്ചവടത്തിന് കുറേ സാധനമൊക്കെ വാങ്ങിച്ച് ഒരു കപ്പലിൽ ലോഡ് ചെയ്ത് അത് വിദേശ രാജ്യങ്ങളോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു. കപ്പൽ തീരത്ത് നിന്ന് പോയി ഒരു 100 കിലോമീറ്റർ കഴിഞ്ഞപ്പം വലിയൊരു കപ്പൽ ഛേദം ഉണ്ടായി. ഏതോ ഒരു വലിയ പാറ തട്ടി ഈ കപ്പലങ്ങ് താഴ്ന്നു പോയി. മുഴുവൻ സമ്പാദ്യവും, ഈ മനുഷ്യൻ നിന്ന മുഴുവൻ സമ്പാദ്യവും മര്യാദയ്ക്ക് ഉപയോഗിച്ച് പള്ളി ജീവിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് പകരം ഈ കച്ചവടം ചെയ്ത് ഡബിളാക്കാൻ പോയതാണ്. ആ കിട്ടിയ 10 ലക്ഷവും അതോടെ തീർന്നു പോയി. അദ്ദേഹം തിരിച്ചു വന്നപ്പം പള്ളിയിൽ വേറൊരാളിനെ പള്ളിക്കാർ അപ്പോയിൻ്റ് ചെയ്തു, ഈ കപ്പേർ പണിക്കും മറ്റുമൊക്കെ ആയിട്ട്. ആ പണി അങ്ങ് പോയി. പക്ഷേ അദ്ദേഹം പള്ളിയിൽ തന്നെ താമസിച്ച് കാര്യങ്ങളൊക്കെ ശ്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം എന്നാൽ തിരിച്ചു പൊക്കളാം എന്ന് വിചാരിച്ചു. അദ്ദേഹം ബ്രസൽസിലെ പ്രഭുവിൻ്റെ മോനല്ലായിരുന്നു. അദ്ദേഹം തിരിച്ച് ബ്രസൽസിലേക്ക് പോയി. ബ്രസൽസിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് രോഗം പിടിപെട്ടു. ആ രോഗം പിടിപെട്ട് കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് മനസ്സിലായി മരണം അടുത്തു എന്ന് മനസ്സിലായി. അദ്ദേഹം ഒരു ആശുപത്രിയിൽ അഡ്മിറ്റായി. അദ്ദേഹം ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പം അദ്ദേഹം രാവിലെ തൊട്ടൊരു മരുന്നൊന്നും കഴിക്കില്ല, രാവിലെ തൊട്ടൊരു പ്രാർത്ഥന. അങ്ങനെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ വളരെ വലിയൊരു പ്രകാശം ആകാശത്ത് നിന്ന് ഈ വീഗായിയുടെ ശരീരത്തിലേക്ക് വരാൻ തുടങ്ങി. അന്ന് ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. ആകാശത്ത് നിന്ന് പ്രകാശം വന്ന് വീഗായിയുടെ ശരീരത്തിൽ പതിച്ചു. അപ്പോൾ ഡോക്ടറും നഴ്സസും കുറേ ആളുകളും ചുറ്റും നിൽപ്പുണ്ട്. എന്നിട്ട് ആകാശത്ത് നിന്ന് ഒരു അശരീരി കേട്ടു. അശരീരി എന്തെന്ന് വെച്ചാൽ, നിനക്ക് നിത്യസമ്മാനം ലഭിച്ചിരിക്കുകയാണ്, നീ സ്വർഗത്തിലേക്ക് വരിക. ആ ശബ്ദം ആകാശത്ത് നിന്ന് കേട്ടു. അപ്പോഴേ വീഗായി മരിച്ചു. ഇത് കണ്ടുകൊണ്ട് വന്ന 100 പേരുണ്ട്. ഈ ആകാശത്ത് നിന്ന് പ്രകാശം വന്ന് പതിക്കുന്നതും അത് കഴിഞ്ഞ് മലാഹ പറയുന്ന ശബ്ദം കേൾക്കുകയും ചെയ്തു. അവർ പറഞ്ഞു, ജീവിച്ചിരുന്നപ്പോഴേ ഈ മനുഷ്യൻ വിശുദ്ധനായിരുന്നു, അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് കണ്ടുവന്നവരെല്ലാം പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മരണം. ഇന്ത്യയിലെ രമണ മഹർഷി മരിച്ചപ്പം ആകാശത്ത് നിന്ന് പ്രകാശം വരികയും രമണ മഹർഷിയുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട പ്രകാശം 100 അടി പൊങ്ങിച്ചെന്നിട്ട് ഭഗവാനെ ലയിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ സമയത്ത് കണ്ടുകൊണ്ടുന്ന ഒരാൾ നിത്യജീവൻ്റെ യതിയായിരുന്നു. അദ്ദേഹം ആ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിമൾ തിരുമേനി മരിച്ചപ്പോൾ ഇതുപോലെ ഒരു വലിയ ദീപം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഉയർന്ന് പൊങ്ങി പള്ളിയിലേക്ക് പോയി എന്ന് ഒരുപാട് പേര് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പല വിശുദ്ധന്മാരുടെയും ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പ്രകാശം വന്ന് ശരീരത്തിൽ പതിക്കുകയും മാലാഹയുടെ അരുളപ്പാട് കേട്ട് മരണമുണ്ടാവുകയും ചെയ്യുന്ന സംഭവം. വീഗായിയുടെ സംഭവം 100 പേര് കാണുകയും അത് ചരിത്രത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള സംഭവമാണ്. ആ വലിയ മരണത്തോടൊപ്പം അദ്ദേഹം രക്തസാക്ഷിയായി വാഴ്ത്തപ്പെടുകയും അദ്ദേഹത്തെ സഭ വിശുദ്ധനാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ വിശുദ്ധൻ്റെ മരണം 1012 സെപ്റ്റംബർ 12-ാം തീയതിയാണ്. ഈ മാർപ്പാപ്പയുടെ ഭരണകാലത്തിൻ്റെ ഏതാണ്ട് അവസാന കാലം. ഈ മാർപ്പാപ്പയുടെ കാലഘട്ടം 3 വർഷം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 3 വർഷം കൊണ്ട് മാർപ്പാപ്പ അച്ചീവ് ചെയ്ത വിജയം ഒരു 20 കൊല്ലം ഭരിച്ച മാർപ്പാപ്പമാർക്ക് പോലും നേടിയെടുക്കാൻ കഴിയാത്ത വിജയമായിരുന്നു. അദ്ദേഹത്തിന് പൗരസഭയുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റി. വെറും ഒരു ചെരുപ്പൂത്തിൻ്റെ മകനായി ജനിച്ച ഒരു വ്യക്തി ഇത്രയും പ്രഭു കുടുംബങ്ങൾ മത്സരിക്കുന്ന ഒരു കാലത്ത് മാർപ്പാപ്പയായി. ആ മാർപ്പാപ്പയായി സഭയ്ക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. സഭ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്ന പ്രഷ്യയിലും അതുപോലെ തന്നെ ബവേറിയയിലും അതുപോലെ തന്നെ ഡാനിഷ് ഏരിയാസിലും മിഷണറിമാരെ വിട്ട് അവരെ സഭയിലേക്ക് ആകർഷിക്കാനും മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞു. മാർപ്പാപ്പയുടെ ആ വലിയ വിജയം
നമ്മളേവരെയും അമ്പരപ്പിക്കുന്ന ഒരു വിജയമാണ്. മഹാനായ ഈ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിന് ശേഷം ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത മാർപ്പാപ്പയെ പറ്റി ചർച്ച ചെയ്യാം.